കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലുവിയുടെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന ഇന്ദ്രന്റെ പിടിയിൽ നിന്നും പല്ലവി മോചിതയാവാണ്. കുറെ കാലങ്ങളായി നമ്മൾ കാത്തിരിക്കുന്നത് എങ്ങനെയെങ്കിലും ആ ദുഷ്ടന്റെ പിടിയിൽ നിന്നും പല്ലവി ഒന്ന് മോചിക്കപ്പെടണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവസാനം ആ നല്ല നല്ല ദിവസങ്ങൾ വന്നെത്തുവാണ്. അങ്ങനെ അവസാനം വന്നു കഴിയുമ്പോഴത്തേനും പല്ലവി രക്ഷപ്പെടുക. പക്ഷേങ്കിൽ ഇന്ദ്രൻ അടങ്ങിയിരുന്നില്ല. ഇന്ദ്രൻ ആ ദുഷ്ടത്തരം ചെയ്യുന്നുണ്ട് ഇന്ദ്രപ്രസ്ഥത്തില്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഡോക്ടർ കർത്ത പല്ലവിക്കെതിരായിട്ട് ഇന്ദ്രന് അനുകൂലമായിട്ട് കോടതിയിൽ മൊഴി കൊടുത്തു. വല്ലാത്തൊരവസ്ഥയായി പോയി പല്ലവിക്ക്. പല്ലവി പ്രതീക്ഷിച്ചിരുന്ന ഒരേ ഒരു കാര്യം ഡോക്ടറുടെ മൊഴിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ തനിക്ക് ഡിവോഴ്സ് കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഡോക്ടർ അങ്ങനെ ചെയ്തത്. പക്ഷെ പല്ലവി തകർന്ന് വല്ലാത്തൊരവസ്ഥയായി പോയി. ഈ സമയത്ത് സേതുവിനും അറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഏക പ്രതീക്ഷ ഡോക്ടറായിരുന്നു. ഡോക്ടറും കൈ ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി എന്ത് ചെയ്യും? മനോരോഗം ഉണ്ടെന്ന് കോടതി തെളിയിക്കാണ്ട് സാധിച്ചിട്ടില്ല. ഇനിയിപ്പോ കോടതിയിലാണെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചേക്കോ കേസ്. അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോ വിധിയായിരിക്കും വരാൻ പോകുന്നത്. അപ്പൊ തനിക്ക് അനുകൂലം ആയിരിക്കില്ല വിധി വരുന്നത്. താൻ അയാളോടൊപ്പം ജീവിതം ഇനിയിപ്പം മരണം വരെ അയാളുടെ ഭാര്യയായിട്ട് കഴിയണം. തനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകത്തില്ല എന്നൊക്കെ കരുതിയിട്ട് പല്ലവി ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. ഇത് പാറു പറഞ്ഞു. പാറുവിനും ഭയങ്കര വിഷമായി പോയി. പിന്നീട് പാറു വിശ്വത്തെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിശ്വം പറഞ്ഞു, നീ പേടിക്കണ്ട പാറു, ഞാനൊരു കൈ നോക്കട്ടെ എന്ന് പറയണേ. എന്താ വിശ്വം, എന്തേലും മാർഗമുണ്ടോ എന്റെ ചേച്ചിനെ രക്ഷിക്കാനായിട്ട്? ഇത് കേട്ടം വിശ്വം പറഞ്ഞു, ഞാൻ നോക്കാം. ഒരു പക്ഷെ കോടതിയിൽ അവർക്ക് തെളിവല്ലേ വേണ്ടത്? ജീവിക്കുന്ന തെളിവായിട്ട് ഞാനുണ്ട്. പിന്നെ അല്ലാതെ തെളിവ് അതൊക്കെ ഞാൻ സംഘടിപ്പിക്കാം. നീ ധൈര്യമായിട്ടിരിക്കുക. നീ ഏട്ടത്തിനെ വിളിച്ചിട്ട് പേടിക്കാതിരിക്കാൻ പറ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാണ്. പിന്നീട് പാറു പല്ലവിനെ വിളിക്കോട്. പല്ലവിനെ വിളിച്ചിട്ട് പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. കാര്യം എന്താന്ന് മാത്രം പാറു പറഞ്ഞില്ല. ചേച്ചി വിഷമിക്കണ്ട, ഉറപ്പായിട്ടും ഇന്ദ്രന്റെ പിടിയിൽ നിന്ന് ചേച്ചിക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും. ഞാനല്ലേ പറയണേ എന്നൊക്കെ പറഞ്ഞു പല്ലവിക്കൊരു ആത്മവിശ്വാസമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേങ്കിൽ സേതുവിനും ഭയങ്കര ടെൻഷനാ. പൊന്നുമടത്തിലെ ഋതു ഒഴികെ ബാക്കി എല്ലാവർക്കും സങ്കടമായിരുന്നു. കാരണം ഡിവോഴ്സ് കിട്ടിയില്ലെങ്കിൽ സേതുവിനും പല്ലവിക്കും കൂടെ ഒന്നിക്കാൻ പറ്റില്ല. അങ്ങനെ വന്നിട്ടുണ്ട് അവരുടെ ജീവിതം തകർന്നു. ഇനിയിപ്പോ വല്ല ക്ഷേത്രത്തിൽ പോയി കല്യാണം കഴിച്ച് ജീവിക്കാനേ പറ്റുള്ളൂ. എന്നാലും ഇന്ദ്രന്റെ ഭാര്യയായിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യമാണോ? അതൊക്കെ ഓർക്കുമ്പോ വല്ലാത്ത സങ്കടമായിരുന്നു എല്ലാവർക്കും. അതുപോലെ തന്നെയായിരുന്നു ശോഭയ്ക്കും മുന്നുമാഷിനും. തന്റെ മോളുടെ ജീവിതം തകർന്നു പോയല്ലോ, താനായിട്ടൊരു തീരുമാനം എടുത്താണ് എന്ന് മാഷ് കരുതുവാണ്. ഒരുപക്ഷെ അന്ന് ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ടിയിരുന്നില്ല. അത്ര പണവും പ്രതാപവും കണ്ടുകഴിഞ്ഞപ്പോ വേറൊന്നും നോക്കില്ല. അതാണ്ട് അവസാനം ഈ കുരുക്കിലേക്കും കൊണ്ടെപ്പെടുത്തിയിരിക്കുക. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് വിശ്വം വിചാരിച്ചില്ല. തന്റെ സഹോദരനാണ്, കൂടപ്പുറപ്പാടെ രക്തബന്ധമാണ്. അതൊക്കെ ഒരു വശത്തേക്ക് മാറ്റിവെച്ചു. ഇവിടെ ഒരു വശത്ത് പല്ലവിയാണ്. പല്ലവിനെ ഇന്ദ്രന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കേണ്ടത് അത് വിശ്വത്തിന്റെ കൂടെ ഒരു ആവശ്യമായി തീർന്നു. പാറുവിനെ താൻ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ പാറുവിന്റെ ചേച്ചിയാണ് പല്ലവി. പല്ലവിക്ക് ഒരു ആപത്ത് വന്നാൽ അത് തന്റെ ഏട്ടനാണ് പോലും സഹിക്കില്ല. തന്റെ ഏട്ടനാന്നൊരു ചിന്തയൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചു. എങ്ങനെയെങ്കിലും ഇന്ദ്രനെ പെടുത്താൻ തന്നെ തീരുമാനിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഒരു നാടകം കളിക്കാൻ തന്നെ വിശ്വം തീരുമാനിച്ചു. പിന്നീട് വിശ്വം എന്ത് ചെയ്യണം, മനഃപൂർവ്വം ഒരു ചെറിയ ക്യാമറ കൊണ്ടുപോയി മുറി അവിടെ കൊണ്ടുപോയി ഘടിപ്പിച്ചു വെക്കുവാണ്. പിന്നീട് നേരെ ഇന്ദ്രന്റെ അടുത്തേക്ക് ചെന്നു. അപ്പൊ ഇന്ദ്രന്റെ വിശ്വത്തിന് നല്ല സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് വിശ്വം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രന് വിശ്വത്തോട് ചോദിക്കുകയാണ്, നീ അല്ലടാ കോടതി കൊണ്ടുപോയി ആ കുറിപ്പട കൊടുത്തേ, ആ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തേ എന്നൊക്കെ ചോദിച്ചോണ്ട് വിശ്വത്തോട് ദേഷ്യപ്പെടുവാണ്. പക്ഷേങ്കില് വിശ്വം എതിർത്തു നിന്നു. അവസാനം എന്ത് ചെയ്യണം, വിശ്വന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലാനായിട്ട് തുടങ്ങുവാണ്. എടാ എനിക്ക് മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടാ, ഞാൻ ഇപ്പോഴും ഡോക്ടറെ കർത്തയുടെ ഇതിലാണ്, ഇപ്പോഴും ചികിത്സയിൽ തന്നെയാണ്. പക്ഷെങ്കിൽ നിനക്കൊന്നും അത് തെളിയിക്കാൻ പറ്റില്ല. ഈ ഇന്ദ്രനോട് കളിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ കളി കാണിച്ചു തരും എന്നൊക്കെ ഞാൻ കാണിച്ചു തരാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കിടന്ന് വയലന്റ് ആവുകയാണ്. കാരണം ആ സമയത്ത് ഇന്ദ്രന്റെ മനോരോഗം പുറത്തിറങ്ങി. ഇന്ദ്രന്റെ എപ്പോഴും ഒന്നും മനോരോഗമില്ല, ചില സമയത്ത് പ്രത്യേക സമയങ്ങളിൽ മാത്രമാണ് അവന്റെ ആ രോഗം പുറത്തു വരുന്നത്. അങ്ങനെ ആ പുറത്ത് വന്ന ഒരു നിമിഷമായിരുന്നത്. ആ നിമിഷത്ത് അവൻ എന്ത് ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല. കൊല്ലണമെങ്കിൽ കൊല്ലു, അങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് അവൻ പോയിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം ആ ക്യാമറ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒളി ക്യാമറ വെച്ചിരുന്നതിനകത്ത് ഇതെല്ലാം പിടിച്ചെടുത്തു. ഇന്ദ്രൻ ഇങ്ങനെ പറയണതും അത് മാത്രല്ല വിശ്വനെ കഴുത്തിന് ഞെക്കി പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നതൊക്കെ ഈ ഒച്ചപ്പാടും ബേളും കേട്ടോണ്ട് അങ്ങോട്ടേക്ക് രാജലക്ഷ്മി ഓടി വന്നു. രാജലക്ഷ്മി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ വിശ്വത്തിനെ കൊല്ലാനായിട്ട് ഇങ്ങനെ കഴുത്തിന് കുത്തിപ്പിടിച്ചിരിക്കുന്ന കാഴ്ച കണ്ടേ. പെട്ടെന്ന് വിടറാ മോനെ എന്നൊക്കെ പറഞ്ഞ് വിടിയിക്കുന്നുണ്ട്. എന്താടാ നീ കാണിക്കുന്നേ? അമ്മേ, പല്ലവിക്ക്
പിന്നെ ഡിവോഴ്സ് കിട്ടാൻ വേണ്ടിട്ട് ഇവൻ കാണിച്ചു വെച്ച പരിപാടി ഇവനെ ഞാൻ വെറുതെ വിടണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പോട്ടറ മോനെ എന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മി അങ്ങനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ വീണ്ടും വീണ്ടും പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു വിശ്വത്തിന് അതായിരുന്നു വേണ്ടത്. ഇന്ദ്രനാണ് അതിനനുസരിച്ച് ദേഷ്യം കൂടി വന്നോണ്ടിരുന്നു. ഇന്ദ്രൻ തനിക്ക് മനോരോഗമുള്ള കാര്യങ്ങളും എല്ലാം വായി വന്ന എല്ലാം കൂടെ വിളിച്ചു പറയണം. അങ്ങനെ സർവ്വതും ക്യാമറയ്ക്കകത്ത് പിടിച്ചു വീഡിയോ ആയിട്ട് വന്നു. പിന്നീട് ഒരു വ്യക്തി രാജലക്ഷ്മി അവനെ കൂടെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞപ്പോ വിശ്വം എന്ത് ചെയ്യണം, അത് എടുക്കുകയാണ്. ആ ക്യാമറ വെച്ച് എടുക്കുകയാണ്. അത് മാത്രം മതിയായിരുന്നു കോടതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട്. അങ്ങനെ കോടതി കൂടുന്ന ദിവസം നേരെ എന്ത് ചെയ്യണം, വക്കീലിന്റെ അടുത്ത് ഈ തെളിവ് കൊണ്ട് ഹാജരാക്കുകയാണ്. ഇതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. വക്കീൽ പോലും ഞെട്ടിപ്പോയി. ഒരു നിമിഷം ഊർമിള വക്കീൽ പോലും ആ വീഡിയോസിനകത്ത് ആ രംഗങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ ഞെട്ടിപ്പോയി. കാരണം അത്രയ്ക്ക് ഭയാനക രംഗങ്ങളാണ്, കൊല്ലാൻ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ. അത് കണ്ടപ്പോൾ ഊർമിളയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതും മാത്രം മതി. പിന്നീട് വിശ്വത്തോട് പറഞ്ഞൊരു കാര്യം ചെയ്യണം, വിശ്വം കോടതി വരണം, കോടതി വന്നിട്ട് മൊഴി കൊടുക്കണമെന്ന് പറയണം. ഈ തെളിവ് ഹാജരാക്കിയാൽ മാത്രം പോരാ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ, വിശ്വത്തെയാണ് കൊല്ലാണ്ട് ശ്രമിച്ചിരിക്കുന്നത്, കാരണം ഏട്ടനാണ്. പക്ഷേങ്കില് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം, എങ്കിൽ മാത്രം കോടതിക്ക് ബോധ്യപ്പെടുള്ളൂ. വിശ്വം പറഞ്ഞ് എന്ത് വേണം ഞാൻ ചെയ്യാന്ന് പറയണം. അങ്ങനെ സേതുവിനും പല്ലവിക്കും സന്തോഷമായി. ആ തെളിവ് കിട്ടിക്കഴിഞ്ഞപ്പത്തേനും കോടതി കൂടുന്ന ദിവസം എത്തി. കോടതിയിലേക്ക് പോവാണ്. ഇന്ദ്രൻ ഭയങ്കര സന്തോഷത്തോടെ ചെല്ലുന്നത്. ഇന്നത്തോടുകൂടി ഇവളുടെ കാര്യത്തിൽ തീരുമാനവും അതുപോലെ തന്നെ കാട്ടൂരാൻ വക്കീലും ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. അങ്ങനെ കോടതി കൂടി കഴിഞ്ഞപ്പോ കേസ് വിളിച്ചു കഴിഞ്ഞപ്പത്തേനും തെളിവ് കൊണ്ട് ഹാജരാക്കുവാണ്. ആ പെൺഡ്രൈവ് കൊണ്ടേ കൊടുത്തു കോടതി തെളിവായിട്ട്. അങ്ങനെ അത് കാണുവാണ്, ജഡ്ജി അതിരുന്ന് കാണുവാണ്. കണ്ടു കഴിഞ്ഞപ്പത്തേനും ഒരു നിമിഷം ഇന്ദ്രനൊക്കെ ഞെട്ടിപ്പോയി. ഒരിക്കലും പ്രതീക്ഷ കാര്യമില്ല, ഇന്ദ്രന് ഇതിനേക്കാളും വലിയൊരു തിരിച്ചടി കിട്ടാനില്ല. പിന്നീട് വിശ്വത്തിനെ വിളിപ്പിക്കണം മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട്. വിശ്വം കയറിയുന്നു. വിശ്വത്തോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിക്കുകയാണ്, എന്താ എങ്ങനെയാന്നൊക്കെ ചോദിച്ചു കഴിയുമ്പം വിശ്വം എല്ലാം പറഞ്ഞു. എന്റെ ഏട്ടൻ കുറെ കാലങ്ങളായിട്ട് മാനസികാരോഗ്യത്തിന് പ്രശ്നത്തിൽ ചികിത്സ കഴിയുന്ന ആളാണ്. എപ്പോഴും ഏത് സമയത്താണ് അദ്ദേഹത്തിന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്ന പറയാൻ പറ്റില്ല. ആ സമയത്ത് വീട്ടിലുള്ള എന്നെ അമ്മേനെ എല്ലാവരും കൊല്ലാൻ ശ്രമിക്കും. അത് മാത്രമല്ല പല്ലവി ആ വീട്ടിൽ ചെന്നതിന് ശേഷമുള്ള കാര്യങ്ങളും പലതവണ പല്ലവിനെ അപകടത്തിൽപ്പെടുത്താൻ ശ്രമിച്ചു, എല്ലാം പറഞ്ഞു. കോടതിക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി. അങ്ങനെ കോടതി അവസാനം പല്ലവിക്ക് ഡിവോഴ്സ് അനുവദിക്കുകയാണ്. ഒരിക്കലും ഇന്ദ്രൻ പ്രതീക്ഷിച്ച കാര്യമില്ല. ഇതിൽ പല ഒരു തിരിച്ചടി ഇന്ദ്രനെ കിട്ടാനുണ്ടായിരുന്നില്ല. ഇന്ദ്രന് ആകെപ്പാടെ വല്ലാതെ അവസ്ഥയായിപ്പോയി. പക്ഷേങ്കില് അതിനുശേഷം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വിശ്വത്തെ പോയി കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തു. നീ കാരണം രക്ഷപ്പെട്ട, അല്ലെങ്കിൽ പല്ലവി ഞാനൊക്കെ ആകെപ്പാടെ പെട്ടുപോയെന്നൊക്കെ പറയണം. പിന്നീട് പല്ലവിയാണെങ്കിലും പോയി നന്ദിയൊക്കെ പറയുന്നുണ്ട് വിശ്വത്തോട്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, കാരണം ഇന്ദ്രന്റെ അനിയനാണെങ്കിൽ ആ രീതിയിലാണോ പെരുമാറുന്നത് എന്നൊരു ചിന്തയായിരുന്നു പല്ലവിക്കൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണല്ലോ പാറുവായിട്ട് അടുക്കാൻ സമ്മതിക്കായിരുന്നത്, ഇന്ദ്രന്റെ അനിയനാന്നുള്ള ഒരു പരിഗണന വെച്ചിട്ട്. പക്ഷേങ്കില് പല്ലവിക്ക് മനസ്സിലായി ഇന്ദ്രന്റെ അനിയൻ നല്ലവനാണ്, എന്തുകൊണ്ടും പാറുവിന് ചേർന്നവനാണെന്നും മനസ്സിലായി. പിന്നീട് വീട്ടിലേക്ക് അതപ്പോൾ ഒരു സദ്യ തന്നെ പൂർണ്ണിമ ഉപയോഗിച്ച് എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഡിവോഴ്സ് കിട്ടി, ഇനിയിപ്പോ പേടിക്കാനില്ല. ഇനിയിപ്പോ പല്ലവിയുടെ സേതുവിന്റെ നാളുകളാ വരാൻ പോകുന്നത്. അങ്ങനെ ഡിവോഴ്സ് കിട്ടിയതൊക്കെ വൈകുന്നേരം അവർ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. പല്ലവി സേതും കൂടി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. മനു ഒരു പ്രാർത്ഥിച്ചിട്ട് തിരികെ വരുവാണ്. പിന്നീട് എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് സദ്യ കഴിക്കായിരുന്നു. പക്ഷെ ഋതുവിന് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഋതുവിന് പണ്ടേ തന്നെ ഇഷ്ടമില്ലായിരുന്നല്ലോ. അല്ലെങ്കിൽ ഒരു നല്ല കാര്യം നടക്കുന്ന സമയത്ത് ഋതുവിന് ഇച്ചിരി ഇടംതിരിവ് കൂടുതലുള്ള ആളാണ് താനും. പിന്നീട് അങ്ങനെ എല്ലാവരും കൂടെ സന്തോഷത്തോടെ സദ്യ കഴിച്ചു. പിന്നീട് ശ്രീഹരി ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി സന്തോഷ പ്രകടനം നടത്തുന്നുണ്ട്. കുറെ പടക്കമൊക്കെ പിടിച്ച് ആ മിറ്റത്തിട്ട് കുറെ പടക്കം അങ്ങോട്ട് പൊടിക്കുകയാണ്. രാജലക്ഷ്മിയും ഇന്ദ്രനും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, രണ്ടുപേരും ഞെട്ടിപ്പോയി. പിന്നീട് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരി മിറ്റത്തിട്ട് പടക്കം പൊട്ടിക്കുന്ന കാഴ്ചയുണ്ട്. എടാന്നും പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരി നീ പോടാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്യുവാണ്, കുറെ പടക്കോടെ ഇട്ട് പൊട്ടിച്ചു. ഇതിലിപ്പോ ഒരു അപമാനം നാണക്കേടും ഒന്നും വരാനില്ലായിരുന്നു ഇന്ദ്രൻ അങ്ങോട്ട് വന്ന് ശ്രീഹരിനെ കൈവെക്കുന്നുണ്ട്. ശ്രീഹരിയും വിട്ടുകൊടുത്തില്ല. അങ്ങനെ അവിടെ രണ്ടുപേരും കൂടെ കിടന്ന് വഴക്കുണ്ടാക്കി. അവസാനം ഒരു വ്യക്തി രാജലക്ഷ്മി പിടിച്ചു കയറ്റിക്കൊണ്ട് പോവാണ് ഇന്ദ്രനെ. ശ്രീഹരിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സേതുവേട്ടനും പല്ലവി ചേച്ചിക്കും സന്തോഷമായി. കാരണം ഇനി അവർക്ക് ഒരുമിച്ച് ജീവിക്കാം. ഇത്ര നാളും ഏറ്റവും വലിയ തടസ്സം ഇന്ദ്രനായിരുന്നു. ഇന്ദ്രൻ എന്ന തടസ്സം അങ്ങനെ നീങ്ങി കിട്ടി. അപ്പൊ അതിന്റെ സന്തോഷമാണ് ശ്രീഹരി കാഴ്ചവെച്ചേ. പക്ഷേങ്കില് ഇന്ദ്രന് ഭയങ്കര ദേഷ്യമായി പോയി വിശ്വത്തോട്. വിശ്വം കാരണമാണ് തന്റെ ജീവിതം താർന്നേ. അവനില്ലായിരുന്നെങ്കിൽ തനിക്ക് ഒരിക്കലും ഡിവോഴ്സ് കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ വിശ്വത്തിന് വേണ്ടി കാത്തിരിക്കുവായിരുന്നു ഇന്ദ്രൻ. ഒടുക്കം വിശ്വം വീട്ടിലേക്ക് വരുവാണ്. വിശ്വം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ ഇങ്ങനെ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ അങ്ങോട്ട് ചെല്ലുവാണ്. ചെന്നിട്ട് വിശ്വത്തിന്റെ കോളറിന് കയറി കുത്തിപ്പിടിച്ച് അവനെ കൊല്ലാൻ തുടങ്ങുകയാണ്. രാജലക്ഷ്മി ഇടയ്ക്കിലേക്ക് കയറി. പിന്നീട് രാജലക്ഷ്മിനെയൊക്കെ തള്ളി മാറ്റിയിട്ടിട്ട് വിശ്വത്തെ കൊല്ലാൻ തുടങ്ങി. അങ്ങോട്ടും കൂടെ അടിയായി. അവസാനം വിശ്വത്തെ പിടിച്ച് തള്ളി വിടുവാണ്. വിശ്വം പോയി നെറ്റി അടിച്ച് അവിടെ പോയി വീഴുവാണ്. നെറ്റികൾ ചോര വന്നു. മൂക്കിക്കൂടെ വായക്കൂടെ എല്ലാം ചോര വരുവാണ് വിശ്വത്തിന്റെ.
പെട്ടെന്ന് രാജലക്ഷ്മി ഒന്ന് ഇറങ്ങി പോടാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇന്ദ്രൻ വിട്ടില്ല. ഇന്ദ്രൻ എന്ത് ചെയ്യണം, അവനെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു. അവസാനം അവനെ അടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും വായിക്കൂടെ മൂക്കൂടെ എല്ലാം ചോര വന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലാത്ത അവസ്ഥയായി പോയി വിശ്വത്തിന്. പെട്ടെന്ന് രാജലക്ഷ്മി ഒരു വിധത്തിൽ ഇന്ദ്രനെ മാറ്റുവാണ്. പിന്നീട് വിശ്വത്തിനോട് ഇറങ്ങി പോടാന്ന് പറയാണ്. പക്ഷെ വിശ്വം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വിശ്വന് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായി പോയിരുന്നു. കാരണം അതുപോലെ ഇന്ദ്രൻ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിശ്വം ഹോസ്പിറ്റലിലാവുകയാണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പാറുവിന് സഹിച്ചില്ല. പാറു ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെല്ലുവാണ്. ജീവനും മരണത്തിനും ഇടയില് വിശ്വം പോരാടുവാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാറുവിന് സഹിക്കാൻ പറ്റുമോ? കാരണം തന്റെ ചേച്ചിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വ ഇതൊക്കെ സഹിച്ചെന്നുള്ള കാര്യം പാറുവിന് മനസ്സിലായി. പാറു അങ്ങനെ വിശ്വത്തിനെ പോയി ശുശ്രൂഷിക്കുക. പക്ഷെ ഇതിന്റെ പേരില് ശോഭയാണെങ്കിലും മാഷാണെങ്കിലും പാറുവിനെ കുറ്റപ്പെടുത്തി. പക്ഷെ പാറു വിട്ടുകൊടുത്തില്ല. തന്റെ ചേച്ചിയുടെ ജീവൻ രക്ഷിച്ച വിശ്വ വിശ്വത്തിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ബാധ്യത തനിക്കുണ്ടെന്ന് പറഞ്ഞു. പല്ലവിയും അതോടൊപ്പം തന്നെ പാറുവിനോടൊപ്പം കൂടാണ്. പല്ലവിക്ക് മനസ്സിലായി വിശ്വം തനിക്ക് വേണ്ടിയിട്ടാണ് ഈ ത്യാഗമൊക്കെ ചെയ്തത്. അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അങ്ങനെ പതിയെ വിശ്വം ജീവിതത്തിലേക്ക് മടങ്ങി വരുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.